ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് റാൻഡം നമ്പേഴ്സ് ഇൻ ന്യൂംപൈ. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എന്തിനാണ് ഈ റാൻഡം നമ്പേഴ്സ് എന്നുള്ളത്? എന്താ റാൻഡം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം. സോ റാൻഡം നമ്പർ നമുക്ക് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സിമുലേഷൻ ചെയ്യുമ്പോൾ, സിമുലേഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ നമ്മൾ കമ്പ്യൂട്ടേഷനായിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ഇവൻറ്റ്സ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റാൻഡം നമ്പേഴ്സ് ആവശ്യമുണ്ട്. ആ റാൻഡം നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമുക്കൊരു റാൻഡം നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റാൻഡം നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ന്യൂമറിക്കൽ പൈത്തണിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് റാൻഡം നമ്പർ അതിനെ പറ്റിയിട്ടുള്ള നോക്കാം. അപ്പോൾ രണ്ട് തരം റാൻഡം നമ്പർ ഉണ്ട്. അപ്പോൾ ഈ റാൻഡം നമ്പറിൽ ഒന്ന് ട്രൂ റാൻഡം നമ്പറും മറ്റൊന്ന് സ്യൂഡോ റാൻഡം നമ്പറും. അപ്പോൾ ഈ ട്രൂ റാൻഡം നമ്പർ അല്ലെങ്കിൽ നാച്ചുറൽ റാൻഡം നമ്പർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. സ്യൂഡോ റാൻഡം നമ്പറും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന സോഴ്സാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ പല തരത്തിലുള്ള വെബ്സൈറ്റുകളുണ്ട്. സോ random_number.org അങ്ങനെയുള്ള ചില random.org അങ്ങനെ ചില വെബ്സൈറ്റുകളെല്ലാം ഉണ്ട്. അതെല്ലാം പറഞ്ഞാൽ ട്രൂ റാൻഡം നമ്പർ അല്ലെങ്കിൽ നാച്ചുറൽ റാൻഡം നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോ ഇറ്റ് ടേക്സ് ദ ഡാറ്റ ഫ്രം ലൈറ്റ്നിങ്, അതായത് ഇടിമിന്നലിൽ നിന്നുണ്ടാവുന്ന ആ ഫ്ലക്ച്വേഷൻസിനെ ബേസ് ചെയ്തിട്ട് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നതാണ്. അത് ചിലതിലാണ് അന്തരീക്ഷത്തിൽ നിന്നോ മറ്റോ ഉള്ള നോയ്സിനെ ബേസ് ചെയ്തിട്ട് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യും. അതെല്ലാം ട്രൂ റാൻഡം നമ്പറാണ്. മറ്റൊന്ന് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റാൻഡം നമ്പേഴ്സ്, അതിനെ പറയും സ്യൂഡോ റാൻഡം നമ്പർ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു നമുക്കൊരു സീഡ് ഉണ്ടാവും, ഒരു കീ ഉണ്ടാവും. അപ്പോൾ അത് വളരെ അങ്ങോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാമിംഗ് ബേസിൽ പറയുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ എന്തൊക്കെയാണ് റാൻഡം നമ്പർ ജനറേറ്റർ എന്നുള്ളതേ പറയുന്നുള്ളൂ. പക്ഷേ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടും മോണ്ടെ കാർലോ ഇൻറ്റഗ്രേഷനെ പറ്റി പറയുമ്പോൾ അവിടെ റാൻഡം നമ്പർ ജനറേറ്ററിനെ പറ്റിയിട്ട് കുറച്ചധികം പഠിക്കാനുണ്ട്. സോ അവിടെ നമുക്കതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇത് വളരെ കുറച്ച് വാസ്റ്റായിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ഈ റാൻഡം നമ്പർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന സ്യൂഡോ റാൻഡം നമ്പേഴ്സിനെ പറ്റിയിട്ട് ഒന്ന് പഠിക്കാം. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിൽ എങ്ങനെയാണ് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അതിനെ പറ്റിയിട്ട് ആദ്യം തന്നെ പറയുന്നുണ്ട്, റാൻഡം നമ്പർ ഡസ് നോട്ട് മീൻ ദാറ്റ് എ ഡിഫറൻറ്റ് നമ്പർ എവറി ടൈം. അതെന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് യു കനോട്ട് പ്രെഡിക്റ്റ് ഇറ്റ്. നമ്മളൊരു ഏതെങ്കിലും പ്രീ പാറ്റേൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുൻകൂട്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു ഫോർമുല എന്തെങ്കിലും വെച്ചിട്ടോ നമുക്ക് ഏത് നമ്പറാണ് പറ്റുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദാറ്റ്സ് റാൻഡം. ഓക്കെ, അതാണ് പ്രധാന ഡിഫറൻസ് കയോസുമായിട്ട്. അപ്പോൾ കയോസിനെ പ്രത്യേകം അറിയാലോ. കയോസിൽ എങ്ങനെയാണ്, ഇനിഷ്യലി ഓൾ ദി ഇവൻറ്റ്സ് സീംസ് ടു ബി അൺകോറിലേറ്റഡ്. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ സ്ലോലി യു വിൽ സീ ദാറ്റ് ദർ ഇസ് എ പാറ്റേൺ എമർജസ്. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ വരും. അപ്പോൾ അത് ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, യു ക്യാൻ പ്രെഡിക്റ്റ് ദ വാല്യൂ. പക്ഷേ അതുപോലല്ല ഇവിടെ റാൻഡം നമ്പർ പറഞ്ഞാൽ യു കനോട്ട് പ്രെഡിക്റ്റ് ഇറ്റ്. ഓക്കെ, സോ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിൽ നമുക്ക് ഒരുപാട് അൽഗോരിതംസ് ഉണ്ട് റാൻഡം നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള. സോ സ്യൂഡോ റാൻഡം നമ്പേഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കുറേ അൽഗോരിതം ഉണ്ട്. അപ്പോൾ സോ ഒരു ക്വസ്റ്റ്യൻ, ക്യാൻ വി മേക്ക് ട്രൂലി റാൻഡം നമ്പേഴ്സ്? ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഒറ്റ പ്രശ്നം, വി നീഡ് ടു ഗെറ്റ് ദ റാൻഡം ഡാറ്റ ഫ്രം സം ഔട്ട്സൈഡ് സോഴ്സ്. ഓക്കെ, ചില സോഴ്സ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില കമ്പ്യൂട്ടേഴ്സിൽ ഡാറ്റ ഈ പറഞ്ഞ റാൻഡം നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക്കൽ സർജസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടെ നമ്മുടെ ഈ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന ഇതിനകത്തുണ്ടാകുന്ന ചെറിയ ഫ്ലക്ച്വേഷൻസോ സർജസോ എല്ലാം നോക്കിയിട്ടാണ് അതിനകത്ത് വെക്കുന്നത്. അതായത് ഇലക്ട്രോണിക് മൂവ്മെൻറ്റിനുള്ള പ്രശ്നങ്ങൾ റാൻഡംനെസ്സോ അതെന്തെങ്കിലും ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ നമുക്കത് എന്താ പറയുക, വളരെ ഹൈലി റാൻഡം നമ്പേഴ്സ് നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല. പ്രധാനമായിട്ടും ഹൈലി റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സ് വരുന്നത് സൈബർ സെക്യൂരിറ്റിയിലാണ്. അപ്പോൾ അതായത് എൻക്രിപ്ഷൻ കീസ്. അപ്പോൾ അത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ട്രൂലി റാൻഡം ആയിട്ട് വേണ്ടി വരും. പക്ഷേ ഇവിടെ നമുക്ക് തൽക്കാലം അത്രയും റാൻഡം ആവശ്യമില്ല.
സോ നമ്മുടെ പൈത്തണിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ പറ്റും. സോ ലെറ്റ്സ് ട്രൈ സം എക്സാമ്പിൾസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സോ ഹിയർ you are going to generate a random number from 0 to 100. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് you need to import the package random. Okay, so from numpy import random, then x is equal to random dot rand int of 100. ഇവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ 0 മുതൽക്ക് 100 വരെയുള്ള ഒരു റാൻഡം ഇൻറ്റിജറിനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് വി ആർ പ്രൊഡ്യൂസിങ്. നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഐ എം ഗോയിങ് ടു ഫ്രം numpy import random. ഓക്കെ, സോ അത് ഇമ്പോർട്ട് ചെയ്തു. റാൻഡം നമ്മളൊന്ന് ജസ്റ്റ് റാൻഡം നമ്പർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു ഓക്കെ റാൻഡം ഡോട്ട് റാൻഡ് ഇൻറ്റ്. ഓക്കെ, റാൻഡം ഇൻറ്റിജർ. ഓക്കെ, റാൻഡ് ഇൻറ്റ് ഓഫ് 100. Then we can print x. It's 45. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കറക്റ്റ് റാൻഡം ആണോ എന്ന് നോക്കി നോക്കാം. സോ ഐ എം ഗോയിങ് ടു പ്രിൻറ്റ് ഇറ്റ് അഗെയിൻ. 65 അല്ലേ? ഒന്നും കൂടി ചെയ്ത് നോക്കാം. 68 72 0 29 0 98 86. സീംസ് റാൻഡം അല്ലേ? ഇതിങ്ങനെ ഓരോ പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യുമ്പോൾ അത് റാൻഡം ആയിട്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നുണ്ടോ? ഇത് തമ്മിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ചിലത് 0 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് സ്റ്റിൽ റാൻഡം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു റാൻഡം വയ്ക്കുക. ഇപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തത് എന്താണ്? റാൻഡം ഇൻറ്റിജർ ആണ്. സപ്പോസ് യു ഡോണ്ട് വാണ്ട് എ റാൻഡം ഇൻറ്റിജർ, ഇൻസ്റ്റഡ് യു വാണ്ട് എ ഫ്ലോട്ടിംഗ് നമ്പർ. അങ്ങനെയാണ് വെച്ചാൽ എങ്ങനെ ചെയ്യുക? So if you want to create a random float, the function is randof. ഓക്കെ, അപ്പോൾ അതൊന്നും നമുക്ക് നോക്കി നോക്കാം. സോ ഞാനിവിടെ അത് ആദ്യം നോക്കുകയാണ്. randof ഇവിടെ 0.8 നമുക്കൊന്നുകൂടി നോക്കാം. 0.75 0.16 0.71 0.96 0.79 0.67 0.29 0.01 0.16 0.29 അല്ലേ? കുറേ നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ റാൻഡം ആയിട്ട് തന്നെ വരുന്നത്. സോ റാൻഡോഫ് എന്നുള്ള ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു റാൻഡം ആയിട്ടുള്ള ഇൻറ്റിജർ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ റാൻഡം ഫ്ലോട്ടിംഗ് പോയിന്റ് നമുക്ക് പല കേസുകളിലും ആവശ്യമുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് പലപ്പോഴും ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ പല പ്രോഗ്രാമുകളിലും നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ആ കേസിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. സോ വി ആർ ചെക്കിംഗ് ഔട്ട്, വി ആർ മേക്കിംഗ് സം റാൻഡം നമ്പർ. എന്നിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി നമുക്കറിയാം, പ്രോബബിലിറ്റിയുടെ വാല്യൂ 0 മുതൽക്ക് 1 വരെ ആയിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും പ്രോബബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ റാൻഡോഫ് എന്നുള്ള ഈ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഒരു ജനറേറ്റർ നമുക്ക് നോക്കി നോക്കാം. ദാറ്റ് ഈസ് റാൻഡം അറേ. പ്രധാനമായിട്ടും നമുക്കറിയാം numpy എന്ന് പറഞ്ഞാൽ ഹിയർ വി ആർ വർക്കിംഗ് വിത്ത് അറേസ്. അപ്പോൾ if you want to make an array filled with random numbers, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അത് നമുക്ക് ഈ റാൻഡ് ഇൻറ്റ് എന്നുള്ളത് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ കോഡ്. അതിന് വേണ്ടിയിട്ട് ഫ്രം numpy import random, അതെ റാൻഡം ഇൻറ്റിജർ ചോദിച്ചു. ദെൻ x equal to റാൻഡം ഡോട്ട് റാൻഡ് ഇൻറ്റ് ഓഫ് 100. ഇപ്പോൾ 1 0 മുതൽ 100 വരെയുള്ള ഇത് ക്രിയേറ്റ് ചെയ്യും. വേർ സൈസ് ഈസ് ഈക്വൽ ടു ഇതൊരു ടപ്പിളായിട്ട് കൊടുക്കുന്നത് 5 എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രിന്റ് എക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ റാൻഡ് ഇൻറ്റ് ഓഫ് 100
comma size equal to 5. Then print of x. കേട്ടോ 5 എണ്ണമുള്ള ഒരു റാൻഡം. ഇനിയോ ഒന്നുകൂടി നോക്കാം. നോക്കി നോക്കൂ. അപ്പോൾ ഇത് തമ്മിൽ നോക്കി നോക്കൂ. ഒക്കെ അൺകോറിലേറ്റഡ് ആയിട്ടുള്ള 5 വാല്യൂസ് ആണ് ഇവിടെ വന്നത് അല്ലേ. ഒരു റാൻഡം ഇൻറ്റിജർ 5 എണ്ണത്തിൻ്റെ വാല്യൂ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ. സോ ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തതൊരു 1 ഡയമെൻഷണൽ അറേ ആണ്. സോ ദിസ് ഈസ് എ 1 ഡയമെൻഷണൽ അറേ ഓഫ് 5 റാൻഡം ഇൻറ്റിജേഴ്സ് ഫ്രം 0 to 100. Now if you want to make a 2 dimensional array with 3 rows each containing 5 random integers from 0 to 100, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അത് വളരെ ഈസിയാണ്. അതിനും ഇവിടെ ചെയ്യാം. നമ്മുടെ ഈ കോഡിനകത്ത് തന്നെ 3,5 എന്നാക്കി മാറ്റി. എന്താണ് അവിടെ കോഡ് വ്യത്യാസം? എക്സ് ഈക്വൽ ടു ഇവിടെ ഈ സൈസ് ഈക്വൽ ടു എന്ന് കൊടുക്കും. നമ്മൾ സൈസ് ടപ്പിളായിട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് എലമെന്റ് ഈസ് റോ, സെക്കൻഡ് ഈസ് കോളം. ഇപ്പോൾ എത്ര കോളം ഉണ്ട്, എത്ര റോ ഉണ്ട്, എത്ര ഇപ്പോൾ 3 റോയും 5 കോളവും ഉള്ള ഒരു റാൻഡം ഇൻറ്റിജേഴ്സിൻ്റെ അറേ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. സോ നോക്കി നോക്കും. ഇവിടെ ഒരു 15 എണ്ണം ഉള്ളത് വേർ ദർ ആർ 3 rows ആൻഡ് 5 columns. അല്ലെങ്കിൽ 3 rows വേർ ഈച്ച് റോ കണ്ടെയ്ൻസ് 5 റാൻഡം ഇൻറ്റിജേഴ്സ്. അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. പ്രട്ടി റാൻഡം അല്ലേ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ഓരോന്നും തമ്മിൽ വളരെ റാൻഡം ആയിട്ടാണ് നമുക്കിത് കാണുന്നത് അല്ലേ. അല്ല ഇത് പ്രട്ടി റാൻഡം ആയിട്ടാണല്ലോ നമുക്കിത് കാണുന്നത്. സോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഫ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ കൺസിഡർ എ you want to create where 1 dimensional array containing 5 random floats. ഓക്കെ, നമുക്ക് 5 റാൻഡം ഫ്ലോട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വളരെ ഈസിയാണ്. ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു റാൻഡം ഡോട്ട് റാൻഡ് ഓഫ് 5. അപ്പോൾ ചെയ്ത് നോക്കാം. സോ എക്സ് ഈസ് ഈക്വൽ ടു റാൻഡം ഡോട്ട് റാൻഡ് ഓഫ് 5. ഓക്കെ, ആൻഡ് print of x. ഞാനിവിടെ സെമി കോളൻ ഇട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒറ്റ കോളത്തിൽ ഒറ്റ ലൈനിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കി നോക്കൂ. 1 2 3 4 5 വാല്യൂസ് ഉണ്ട്. 5ഉം റാൻഡം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെക്ക് ചെയ്യാം ഒന്നുകൂടി. അല്ലേ, നോക്കി നോക്കൂ. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതെല്ലാം വളരെ റാൻഡം ആയിട്ട് തന്നെയാണ്. ഇവൻ വാല്യൂസ് എല്ലാം പലതും വളരെയധികം വ്യത്യാസമുണ്ട്. ഓക്കെ, so this is here we have created a 1 dimensional array containing 5 random floats. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് you want to create a 2 dimensional array with 3 rows each row containing 5 random numbers. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. വെറും 5 എന്നുള്ളിടത്ത് പകരം എന്ത് ചെയ്തു? 3,5 എന്ന് കൊടുത്തു. ഇപ്പം എന്ത് വന്നു? കണ്ടോ? ഇത് 15 നമ്പേഴ്സ് ഒരു റാൻഡം അറേ ക്രിയേറ്റ് ചെയ്തു. വേർ ഈച്ച് റോ കണ്ടെയ്ൻസ് 5 റാൻഡം റാൻഡം ഫ്ലോട്ട്സ്. ഓക്കെ, ഇനി ഇതൊന്നുമല്ല വേണ്ടത്. ചിലപ്പോൾ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലൊരു സെറ്റ് ഓഫ് അറേ വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസിൽ നിന്ന് നമുക്ക് റാൻഡം ആയിട്ട് ഒരു വാല്യൂ സെലക്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ഒരു അറേ ഉണ്ടായിരിക്കാം. അതിൽ നിന്ന് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? അപ്പോൾ ആ അറേ എന്നുള്ളത് പലതും ആയിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ സപ്പോസ് ലൈക്ക് സംതിങ് ലൈക്ക് എ ലോട്ടോ, നമ്മൾ ഏതെങ്കിലും ഒരു ലോട്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഒരു കാർഡോ അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത്? സോ അതൊന്ന് നോക്കി നോക്കാം.
അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അവർ ഫംഗ്ഷൻ ഈസ് ചോയ്സ് ഓഫ്. ഓക്കെ, ചോയ്സ് ഓഫ്. So the choice of method allows you to generate a random value based on an array of values. അതിൽ ആ ചോയ്സ് ഓഫ് എന്നുള്ള മെത്തേഡിന് നമ്മുടെ ഒരു അറേ അതിന് പാരാമീറ്റർ ആയിട്ട് കൊടുക്കണം. അപ്പോൾ എന്തുണ്ടാവും? ഇറ്റ് റിട്ടേൺസ് വൺ ഓഫ് ദ വാല്യൂസ്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഐ എം മേക്കിംഗ് x is equal to random dot choice of. അതിനകത്തൊരു അറേ കൊടുക്കുകയാണ്. അപ്പോൾ അറേ എന്ന് പറഞ്ഞാൽ 2 3 5 7 11 13 17 ഓക്കെ 19 അങ്ങനെ കൊടുത്തു. Now print of x 19 അല്ലേ 3 17 7 2 11 13 അല്ലേ 13 പിന്നെയും വന്നു. again 13 3 19 ഓക്കെ. ഇതിനകത്തു നിന്നുള്ള അൽഗോരിതം വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരെണ്ണം റാൻഡമായിട്ട് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ you can make an array. ഈ പറയുന്ന വാല്യൂസ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു റാൻഡം അറേ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതായത് you want to create a 2-dimensional array that consists of the values in the array parameter. ഇപ്പോൾ നമ്മൾ കൊടുത്ത വാല്യൂസ് അതെല്ലാം വെച്ചിട്ട് ഒരു അറേ പാരാമീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ that is also easy. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ കോമ സൈസ് ഈക്വൽ ടു 3,5 എന്ന് ഞാൻ കൊടുത്തു. കേട്ടോ, റാൻഡമായിട്ട് നമ്മൾ ഈ വാല്യൂസ് എല്ലാം വെച്ചിട്ട് ഇതൊരു അറേ ഇതായിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നു. ഓക്കെ, ചില വാല്യൂസ് റിപ്പീറ്റ് ആവണ ഒക്കെ ഉണ്ടാവും. വളരെ റാൻഡം, അത് റാൻഡമായിട്ടാണ് വരിക. ഓക്കെ, so those are the random numbers and random number generators we want to learn. ഇനി അടുത്തത് ഇതിനകത്ത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അതായത് ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു റാൻഡംസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാനുണ്ട്, അതുപോലെ റാൻഡം പെർമ്യൂട്ടേഷനായിട്ട് കൊടുക്കാനുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതിന് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സോ ഒരെണ്ണം നമുക്കൊരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2 എക്സാമ്പിൾ. എന്താ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. So data distribution is a list of all possible values and how often each value occurs. Okay, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്കായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഇങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പോൾ അതിനകത്തൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. അപ്പോൾ അതിനകത്ത് ഒരു റാൻഡം നമ്പറാണ് ഡിസ്ട്രിബ്യൂഷൻ, ഒരു സെറ്റ് ഓഫ് റാൻഡം നമ്പേഴ്സാണ്. ഓക്കെ, പക്ഷേ ആ റാൻഡം നമ്പേഴ്സിനൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് ചോയ്സ് എന്ന് പറയുന്ന ആ ഫങ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ എക്സാമ്പിൾ വെച്ച് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. സോ ജസ്റ്റ് കൺസിഡർ എ 1-dimensional array containing 100 values. ഓക്കെ, വേർ ഈച്ച് വാല്യൂ, അപ്പോൾ അതിനകത്ത് ഓരോ വാല്യൂസ് ഉണ്ട്. അതിൽ എന്തൊക്കെ വാല്യൂസ് ഉള്ളത്? അപ്പോൾ 100 വാല്യൂസ് ഉണ്ട്. 4 എലമെൻറ്റ്സ് ഉണ്ട് നമ്മുടെ അതിൽ, 3 5 7 9. ഈ 4 എലമെൻറ്റ്സും വെച്ചിട്ട് നമ്മളൊരു 100 വാല്യൂസിൻ്റെ അറേ ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ അതിനകത്തൊരു പ്രത്യേകത ഉണ്ട്.
നമ്മൾ മൊത്തം ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 100 വാല്യൂസിൽ 10%, അതായത് 0.1 പ്രോബബിലിറ്റി ഉള്ളത് 3 എന്നുള്ള നമ്പറിനായിരിക്കും. അതുപോലെ 5 എന്നുള്ള നമ്പറിന് 0.3 അഥവാ 30% ആയിരിക്കും പ്രോബബിലിറ്റി. 7 എന്നുള്ള നമ്പറിന് 60% പ്രോബബിലിറ്റി. അതുപോലെ 9ന് 0 പ്രോബബിലിറ്റിയാണ്. അങ്ങനെയാണ് നമ്മുടെ പ്രോബബിലിറ്റി ഇരിക്കുന്നത്. അപ്പോൾ 100 വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3, റാൻഡമായിട്ടൊരു വാല്യൂ സെലക്ട് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഈസ് 0.1, probability of getting 5 is 0.3, probability of getting 7 is 0.6 and probability of getting 9 is 0. ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു അറേ നമുക്ക് ഉണ്ടാക്കണം. ഇതെല്ലാം പല കേസുകളിൽ നമുക്ക് വരാറുള്ളതാണ്. നമ്മുടെ റിയൽ ലൈഫ് പ്രോബ്ലംസിലെ സിമുലേഷൻസിൽ ഇത് നമുക്ക് വരാറുള്ളതാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനെ റാൻഡം നമ്പർ ജനറേറ്റേഴ്സ് ഇത് ഉണ്ടാക്കി വയ്ക്കുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചോയ്സ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കാം. ഇതിനകത്ത് എന്താണ്, ഈ അറേ കൊടുത്തിട്ടുണ്ട്, അതിന് കൂടാതെ P = എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് P = എത്ര എലമെൻറ്റ്സാണ് ഈ അറേയിൽ കൊടുത്തിരിക്കുന്നത്? എന്താണ്, ഇതിനകത്ത് ഒരു 4 എലമെൻറ്റ്സ് ആണ്. ഈ 4 എലമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ 100 വാല്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് P അഥവാ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അത് 0.1, 0.3, 0.6, 0 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയായി? 6, 3, 9 ഒന്നും അല്ലേ, മൊത്തം 1 ആയി. ആൻഡ് സൈസ് = 100. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാലോ ഈ പ്രോഗ്രാം. സോ വി ഹാവ് ടു മേക്ക് ഇത് ഏകദേശം ഇത് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന കുറച്ച് വലിയ നമ്പേഴ്സാണ്. അപ്പോൾ എനിക്ക് ഇത്ര വലുത് വേണ്ട. 1, 2, 4 1, 2, 3, 4. ഓക്കെ, P = എന്നുള്ളത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇനി കൊടുക്കണം. സോ 0.1, 0.3, 0.5, 0.1 ഞാൻ അങ്ങനെ കൊടുത്തത്. ചെറിയ മാറ്റം, നമ്മൾ ഇതിനകത്ത് നമ്മൾ മാറ്റം വരുത്തിയത്. എന്നിട്ട് സൈസ് = 3.5 എന്ന് കൊടുത്തിരിക്കുന്നത്. സൈസ് = 3.5 ഞാൻ കൊടുക്കണില്ല. കുറച്ചും കൂടി വലുത് നോക്കിക്കഴിഞ്ഞാൽ 50 എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഉണ്ടോ, ഒരറേ ഉണ്ടോ? ഇല്ലെങ്ങനെ 7, 3, 5, 5, 3 അല്ലേ. 5നാണ് ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി. കാരണം 5 കിട്ടാൻ ഹാഫ് 0.5 ആണ്. അതിൽ പകുതി എലമെൻറ്റ്സും ഇതിൽ 5 ആയിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, അങ്ങനെ നമ്മൾക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. ഇത് കുറച്ചും കൂടി വലുത് കൊടുത്ത് നോക്കാം. 50ക്ക് പകരം ഞാനിതിന് 100 കൊടുത്ത് നോക്കാം. ഇറ്റ് വർക്ക്സ് പെർഫെക്റ്റ്ലി അല്ലേ. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വന്നു, ശരിയല്ലേ? അപ്പോൾ ഇതിനകത്തുള്ള ഈ ഉണ്ടോ, ഇതിങ്ങനെ മാറുന്നത് കണ്ടോ? ഇനി എനിക്ക് പ്രോബബിലിറ്റി വേണമെങ്കിൽ മാറ്റി നോക്കാം. 0.5ന് പകരം 0.1ന് പകരം ഇത് 0 ആക്കി 0.5 അല്ലേ, 0.5 മാറ്റിയിട്ട് 0.6 ആക്കി. അപ്പോൾ എന്തായി? ലാസ്റ്റ് എലമെൻറ്റ് 7 ഇതിനകത്ത് ഉണ്ടാവില്ല. ഇവിടെയാണ് വെച്ചാൽ എത്ര 7 ഉണ്ടായിരുന്നു? 1, 2, 3, 4 7 ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ അത്രയും ഇല്ല, വളരെ കുറഞ്ഞതായി. 7 ഇല്ലാതെ ആയിപ്പോയി. 7 അവിടെ റിമൂവ് ചെയ്തോളൂ, 0 പ്രോബബിലിറ്റി ആക്കി മാറ്റി അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ഈ കാണുന്ന ചോയ്സ് എന്ന് പറയുന്ന ഒരു നൗ ഇപ്പോഴത്തെ ഈ കോഡ് പോലെ തന്നെ, പക്ഷേ പകരം നമുക്ക് വേണ്ടത് ഒരു 2 ഡയമെൻഷണൽ അറേ ആണ്. സെയിം സാധനം, 2 ഡയമെൻഷണൽ അറേ വിത്ത് 3 റോ. വളരെ ഈസി അല്ലേ ഇത്? നിങ്ങൾ നേരത്തെ ചെയ്ത കോഡ് തന്നെ അല്ലേ. ഈ 100 എന്നുള്ളത് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു 5, 10 എന്നാക്കി മാറ്റുകയാണ്. 5 റോസും 10 കോളംസും അങ്ങനെയുള്ള ഒരു അറേ. സോ ലൈക്ക് യു ക്യാൻ യു ക്യാൻ ഷേപ്പ് ദ അറേ. ഓക്കെ, ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പലതരത്തിലുള്ള റാൻഡം നമ്പേഴ്സ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.